ഇതിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, തോറ്റാലും ജയിച്ചാലും ഈ മാധ്യമങ്ങളെ പഴിചാരിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വാർത്ത വരുന്നു. സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം വീണ്ടും വേട്ടയാടുന്നു. അപ്പോൾ തോറ്റാലും ജയിച്ചാലും എന്നെ വേട്ടയാടുകയാണ് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് അദ്ദേഹം പരിഭവം പറയുന്നുണ്ട്. മാധ്യമങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പരിഭവം എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടപ്പോൾ മാധ്യമത്തെ അദ്ദേഹം വ്യക്തമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഈ പരിഭവം വേറെ കുറ്റപ്പെടുത്തി. അപ്പൊ എന്തായാലും പരിഭവം അതിനകത്തുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന് അതും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു. അതെ തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ടും സുരേന്ദ്രന് ആ ഒരു വിഷമമുണ്ട്, പരിഭവമുണ്ട്. ജയിച്ചതിന് ശേഷം അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും. തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനലുകളിലും അല്ലാതെയും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്നു. സുരേന്ദ്രൻ മാറും, അടുത്ത ആൾ വരും. അപ്പൊ ഈ ഇലക്ഷൻ വോട്ടെണ്ണിക്കഴിഞ്ഞ് സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷവും പറയുന്നത് സുരേന്ദ്രൻ മാറും. അപ്പം ഇലക്ഷന് മുമ്പും വോട്ടെണ്ണലിന് ശേഷവും സുരേന്ദ്രൻ മാറുമോ എന്നുള്ളത്, ഈ നമ്മൾ ഈ സത്യപ്രതിജ്ഞാ ദിവസം പോലും ശോഭാ സുരേന്ദ്രനെ അവിടേക്ക് വിളിപ്പിച്ച ദിവസം പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകാൻ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലാവധി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ അടുത്തതാരും സ്വാഭാവികമായിട്ടും കാലാവധി കഴിയുമ്പോഴല്ലേ അടുത്ത ആള് വരും. അപ്പോൾ ഇദ്ദേഹത്തിനെ മാറാൻ പോവുകയാണെന്ന് ഇങ്ങനെ അത് ഇപ്പോഴെന്നല്ല, നേരത്തെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇദ്ദേഹം എന്താ മാറാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രഹസ്യമായ അജണ്ടയാണ്. അത് നമ്മൾ പലപ്പോഴും നോക്കണം. കേരള മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾക്ക് ചില വാർത്തകൾ പടച്ചുണ്ടാക്കുക, അത് അവരുടെ ഒരു കോക്കസാണ്. അതല്ലെങ്കിൽ അവരുടെ ഒരു ടീമാണ്. അവർ ചിലപ്പോൾ പരസ്പരം ഒരുമിച്ച് ഒരിടത്ത് നിന്ന് ഏതെങ്കിലും വാർത്ത കവർ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം അടിച്ചിട്ടാലെന്ത്, നമ്മൾ ഈ രംഗത്ത് നിന്ന് വന്നതുകൊണ്ട് നമുക്ക് അറിയാം കാര്യങ്ങൾ. നമുക്ക് ഇങ്ങനെ ഒരു സാധനമായിട്ട് കാരണം ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നു, ഇയാൾ ഇന്നത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചപ്പോൾ ഇന്നത് കൊള്ളാം, ശരിയാവേ എന്നാൽ നീ ആദ്യം ബ്രേക്ക് അടി, തൊട്ട് പറയും ഞാനും ബ്രേക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായം ഉണ്ട് ഈ മാധ്യമങ്ങൾക്കിടയിൽ, ഇവരുടെ ഇടയിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇവര് ചില അജണ്ടകൾ അങ്ങ് നിശ്ചയിക്കും. എന്നിട്ട് അത് പിന്നെ അന്തിച്ചർച്ചകളിലും മറ്റുമൊക്കെ ചർച്ചയായിട്ട് പിന്നെ പാർട്ടി അത് ഏറ്റെടുക്കേണ്ടി വരുന്നു, പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരുന്നു. ഇക്കാര്യത്തിൽ പിണറായി വിജയനെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അദ്ദേഹം ഒരിക്കലും മാധ്യമ വാർത്തകളുടെ പിന്നാലെ പോയിട്ടില്ല. അദ്ദേഹം ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധൈര്യമായി കടക്കുപുറത്തെന്ന് പറയാൻ പറ്റുന്നത്. അദ്ദേഹം ഈ മാധ്യമങ്ങൾ താലോലിച്ചു കൊണ്ടുവന്ന ഒരു നേതാവല്ലാത്തതുകൊണ്ട്. അത് മാത്രമല്ല, മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു വാർത്ത കൊണ്ടുവരുന്നു, അപ്പോൾ അയ്യോ ഇത് പത്രത്തിൽ വന്നു അല്ലെങ്കിൽ ചാനൽ ചർച്ചയായി, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ നിലപാടങ്ങ് തിരുത്തിയേക്കാം, അങ്ങനെ ചിന്തിക്കുന്ന മിക്ക രാഷ്ട്രീയക്കാരും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ പെട്ടെന്ന് കാല് മാറും. അതുവരെ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് മാറി പിന്നോക്കം പോകാൻ ശ്രമിക്കും. പക്ഷെ അതിന്റെ ദോഷവും ഗുണവും ദോഷമുണ്ട്. കാരണം അത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമത്തെ അത്ര അങ്ങ് മോശമായിട്ട് അവഗണിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു ഭരണത്തിലിരിക്കുന്ന ആള് അവഗണിക്കുകയാണ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും. നമ്മളെ ഈ ചാനലുകളുടെ അതിപ്രസരത്തിന് മുമ്പുള്ള ഒരു മാധ്യമ സംസ്കാരവും അതിനുശേഷമുള്ള മാധ്യമ സംസ്കാരമാണ്. അത് വലിയ വ്യത്യാസമാണ്. ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുക. നമുക്കറിയാലോ, പണ്ടൊരു ചാനൽ ലോഞ്ച് ചെയ്ത് തന്നെ ഒരു മന്ത്രിയുടെ പഞ്ചാര വർത്താനം യഥാർത്ഥ അതിന്റെ ധാർമ്മികതയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചെയ്തത് അദ്ദേഹം സംസാരിച്ചത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ അത് പ്രേരിപ്പിക്കുകയായിരുന്നു. ചാനൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ വാർത്ത, വിസ്ഫോടനാത്മകമായ ഒരു വാർത്ത, അദ്ദേഹത്തിന്റെ ഒരു വൈകാരിക സംഭവത്തെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് നിരന്തരം ഫോണിൽ വിളിക്കുന്നു. സ്വാഭാവികമായിട്ടും ഏത് പ്രായത്തിലുള്ള ആളായാലും അതൊക്കെ പ്രതികരിച്ചു. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് നമുക്കുള്ളത്. പക്ഷെ ആ സംസ്കാരം പോയി, അത് നിൽക്കാൻ പറ്റിയില്ല. ആ ചാനൽ അതോട് പോയി. അതെ, ആ ചാനൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. വളരെ കുറെ കാലം കൂടെ പിടിച്ചു നിൽക്കാൻ നോക്കി, പിന്നെ നടന്നില്ല. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ ചെയ്താലും നടക്കില്ല എന്നറിയാം. പക്ഷെ എങ്കിലും ഈ BJPയെയും സുരേന്ദ്രനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് അജണ്ടയുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ സുരേന്ദ്രൻ മാറുമോ എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. അല്ല, സുരേന്ദ്രൻ മാറുമോന്ന് ഇപ്പൊ ഇവർ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ പ്രചരിപ്പിക്കുന്ന കേന്ദ്രത്തിൽ നല്ല മാറിക്കഴിഞ്ഞു. കാരണം മന്ത്രിയായി കഴിഞ്ഞു. അപ്പൊ പുതിയൊരാളിനെ കൊണ്ടുവരണം. അതിന്റെ ആ സമയത്ത് അതോടൊപ്പം തന്നെ കേരളത്തിൽ മാറും, MP ആക്കും. ഇങ്ങനെയൊക്കെ ഒരു കള്ളപ്രചരണങ്ങളാക്കുന്നുണ്ട്. അപ്പം ഈ അവിടത്തെ നദ്ദയുടെ കഴിഞ്ഞിരിക്കുന്നു. അത് പ്രസിഡന്റ്ഷിപ്പ് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. പോരാത്തതിന് അദ്ദേഹം മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞു.
അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുതിയ പ്രസിഡന്റ് വരും, ദേശീയ തലത്തിൽ BJP പ്രസിഡന്റ് വരുന്നുള്ള ഉറപ്പാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അതുകൊണ്ട് കേന്ദ്രത്തിൽ മാറുന്നു, അല്ലെങ്കിൽ ഡൽഹിയിൽ മാറുന്നതുകൊണ്ട്, കേന്ദ്രത്തിൽ മാറുന്നത് കൊണ്ട്, പ്രസിഡന്റ്ഷിപ്പ് മാറുന്നതുകൊണ്ട് കേരളത്തിലും അതിന് ആനുപാതികമായിട്ട് ഇവിടെ മാറും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ മാറേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ നമ്മൾ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം ഒരു വിജയിച്ച പാർട്ടിയുടെ കേരളത്തിൽ വിജയിച്ചിരിക്കുകയാണ്. സത്യത്തിൽ യാഥാർത്ഥമായിട്ട് കേരളത്തിൽ BJP വിജയിച്ചിരിക്കുകയാണ്. 20% വോട്ട് ഷെയർ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അതിനെ നയിച്ച ആളാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിജയിച്ച നേതാവാണ് സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷെ അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പിൽ ഇരിക്കും, വോട്ട് ഷെയർ വർദ്ധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, ഒരു MP ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കൂടി, രാജ്യസഭയിൽ കൂടിയല്ല, ലോക്സഭയിൽ കൂടി പോളിംഗിൽ കൂടി ഒരു MP ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ആ MPക്ക് ഒരു മന്ത്രി സ്ഥാനം കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന, സുരേന്ദ്രനോ ആരും ആയിക്കോട്ടെ, ആ പ്രസിഡന്റ്ഷിപ്പിൽ ഇരിക്കുന്ന ആളുടെ ഒരു നേട്ടം കൂടി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എന്നിട്ടാണ് മാറ്റും മറിക്കും എന്നൊക്കെ പറയുന്നത്. മാധ്യമങ്ങൾ ബോധപൂർവമാണ്. ഈ സുരേഷ് ഗോപിയുടെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുക. സുരേഷ് ഗോപിയെ കുറിച്ച് നിങ്ങൾ തോറ്റപ്പോൾ അയാളെ ട്രോളി കൊന്ന് അയാളെ വളരെ മോശമാക്കി, സംഘി ചാണകം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവരാണ് ഇതേ മാധ്യമങ്ങൾ. ഇതേ രീതിയിൽ പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ വോട്ടിംഗ് എണ്ണ നടക്കുന്നതിന് മുമ്പ് ഒരു മാസമുണ്ട്. ആ ഒരു മാസക്കാലത്തിലും സുരേഷ് ഗോപിയെ വല്ലാതെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ഡ്രൈവറെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പോലും അതിന് വലിയ വിഷയമാക്കി. അയാൾ അങ്ങനത്തവനാണ്, ഒരു ദാഷ്ട്യക്കാരനാണ്, ഇയാൾ എവിടെ ജയിക്കാൻ തൃശ്ശൂരിൽ, ഇയാൾ ഒരു സ്വന്തം ഡ്രൈവറെ പോലും തോളിലടിക്കുന്നവനാണ്. ഇങ്ങനെ ഇനിയും തുടരും. ഇപ്പൊ അദ്ദേഹം മന്ത്രിയായാൽ പോലും ഇനിയും തുടരും. ഇപ്പൊ മന്ത്രിയായപ്പോ നിങ്ങൾക്ക് ഇതാണോ കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത് ഈ മാധ്യമങ്ങൾ. അദ്ദേഹം ജയിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ജയിച്ചു. ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് പാർട്ടിയുടെ ആരും പറഞ്ഞിട്ടില്ല. ഇത് ഈ മാധ്യമങ്ങളാണ് പറഞ്ഞത്. സുരേഷ് ഗോപിയും പറഞ്ഞിട്ടില്ല. ഈ സുരേന്ദ്രന് പറയണമെങ്കിൽ പാർട്ടി സെക്രട്ടറി പ്രസിഡന്റ് ആണ് പറയേണ്ടത്. പാർട്ടി പ്രസിഡന്റ് സുരേന്ദ്രനും പറഞ്ഞിട്ടില്ല. അപ്പം പാർട്ടിയുടെ ആരും അത് പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. സുരേഷ് ഗോപി മുമ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെ മന്ത്രിയാവുമെന്ന്. പക്ഷേ ഈ മാധ്യമങ്ങൾ അത് അങ്ങ് ഇങ്ങനെ സുരേഷ് ഗോപിയും മോദിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധവും സൗഹൃദവും കണ്ടപ്പോൾ മാധ്യമങ്ങൾ അങ്ങ് പടച്ചുണ്ടാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് അതെന്തിനെന്നറിയാമോ, അത്രയും ഒരു പക്ഷേ ഏതെങ്കിലും തരം ജയിക്കില്ല എന്നവർക്ക് 100% അറിയാം. അതിനുവേണ്ടി അവർ പ്രവർത്തിച്ചു, അതിനുവേണ്ടി പ്രചരണങ്ങൾ നടത്തി ഒക്കെ ചെയ്തു. എന്തിനു ഞാൻ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ മനോരമയുടെ ഷാനി എടുത്താലെന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് ശേഷം ജനാധിപത്യത്തിന്റെ ആത്മാവിനെ വീണ്ടെടുത്തിരിക്കുന്നു. ആലോചിച്ച് നോക്കുക, ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞ വാക്കുകളാണ്. ഈ കെ സുരേന്ദ്രൻ മാറും, ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവും, അങ്ങനെ ഒരു വർത്തമാനം അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. സുരേന്ദ്രൻ മാറുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മാറിയാൽ പകരം ശോഭാ സുരേന്ദ്രനാണോ എന്നുള്ളതും. കാരണം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങിൽ നിന്ന് നന്നായി വോട്ട് പിടിച്ചു. ഇത്തവണ അതിനേക്കാൾ ഗംഭീരമായി ആലപ്പുഴയിൽ വോട്ട് പിടിക്കുക മാത്രമല്ല, കുറച്ച് ദിവസത്തേക്ക് ഈ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ അവരുടെ ഒരു അജണ്ട, അവർ എങ്ങനെയാണോ മുന്നോട്ട് വെച്ച ചില വിഷയങ്ങൾ, ആ വിഷയത്തിൽ പിടിച്ചായിരുന്നു ബാക്കി CPM ഉൾപ്പെടെ പെട്ടുപോയി. അതെ. അപ്പൊ അത്തരം ചില പൊളിറ്റിക്കലായിട്ട് അവർ അത്രയും ഉയർച്ചയിലേക്ക് വരുമ്പോൾ അവർക്ക് ന്യായമായ ഒരു പദവി കൊടുക്കേണ്ടതില്ലേ എന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വനിത പ്രസിഡന്റ് ആവുമോ എന്നുള്ളൊരു ചോദ്യം. അത് നമുക്ക് ആവുന്നത് വളരെ നല്ലതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ കേരള ചരിത്രത്തിൽ തന്നെ അതൊരു വലിയൊരു മാറ്റമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് നോക്കുക. പശ്ചിമ ബംഗാളിൽ ഒരു വനിത മമതാ ബാനർജി, മമതയാണ് ഇതത്രയും അവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ആ കോൺഗ്രസിൻ്റെ CPM 34 വർഷം ഭരിച്ച ആ കുത്തകയെ തകർത്ത് തരിപ്പണാക്കിക്കൊണ്ട് കയറി വരാൻ കഴിഞ്ഞത് ഒരു വനിതയ്ക്കാണ്. അപ്പോൾ ആ ഒരു വനിത പശ്ചിമ ബംഗാളിൻ്റെ ഒരു മണ്ണെന്ന് പറയുന്ന ദുർഗാദേവിയുടെ മണ്ണും കൂടെയാണ്. അപ്പോൾ ഒരു ദുർഗയെ പോലെയാണ് മമത കയറി വന്നത്. CPMന്റെ ആ തിന്മയെ തകർത്ത് തരിപ്പണമായിക്കൊണ്ട്, തകർത്തു എന്ന് പറഞ്ഞാൽ പോലെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ലോക്സഭ ആയിട്ട് പോലും അവർക്ക് ഒരു സീറ്റ് പോലും അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ നിയമസഭയിൽ ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല.
42 MP-മാരെ സംഭാവന ചെയ്ത, പശ്ചിമ ബംഗാളിൽ സംഭാവന ചെയ്ത 42 ആണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ, അതോ അതിനേലും കുറവാണെന്ന് അറിയില്ല. എന്തായാലും 40-40ഓളം MP-മാർ, 38-40ഓളം MP-മാരെ ഒരു ഘട്ടത്തിൽ അത്രയും MP-മാരെ പശ്ചിമ ബംഗാളിൽ കൊണ്ടുപോയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ മമത എന്ന് പറയുന്ന ഒരു വനിതാ രാഷ്ട്രീയ നേതാവാണ് തകർത്തത്. ഞാൻ പലപ്പോഴും മമതയിൽ കാണുന്ന ഒരു ഊർജമുണ്ടല്ലോ, ആ ദുർഗാദേവീസം എന്ന് പറയുന്ന ഒരു ഊർജമുണ്ടല്ലോ, അത് ഞാൻ പലപ്പോഴും ഈ ശോഭാ സുരേന്ദ്രനിൽ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് ആ മമതയുടെ ആ ഊർജവും ആ ഒരു പവറും ആ ഒരു എന്തിനേയും തരണം ചെയ്യാനുള്ള ഒരു ശക്തിയും. ഇപ്പോൾ തന്നെ മോദി അവിടെ പല തവണ വരുന്നു, പല ഇതിൽ വന്നു, അവർ പല പ്രചരണം നടത്തി, ഇപ്പോൾ കൂടുതൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ആ മമത തകർത്തില്ലേ. മോദിയുടെ ആ ഇമേജിനെ പോലും അവർക്കൊണ്ട് ഒരളവ് വരെ തന്നെ പശ്ചിമ ബംഗാളിൽ ഏൽക്കാതിരിക്കാൻ, ആ ഇമേജ് ഏൽക്കാതിരിക്കാൻ മമതയുടെ അവർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളവിടെ കാണണം. അപ്പോൾ ആ മമതയുടെ അതേ ഒരു ഊർജം ഈ ശോഭാ സുരേന്ദ്രനിലുണ്ട്. ഒരു പക്ഷേ ഈ ചർച്ചകൾ മാധ്യമക്കാർ സൃഷ്ടിച്ചതായിരിക്കാം എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ആംഗിൾ. ശോഭ പ്രസിഡന്റ് ആവും, സുരേന്ദ്രൻ മാറും എന്നുള്ള. ഞാനിപ്പോൾ തൽക്കാലം എന്തായാലും അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇപ്പം അതിനുള്ള സാഹചര്യം ഒന്നും തന്നെ ഇല്ല. കാരണം സുരേന്ദ്രന് എതിരായിട്ട് ഒരു സാഹചര്യം ഇപ്പം ഇല്ല. സുരേന്ദ്രൻ വിജയിച്ച് നിൽക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ ഒരു MP ജയിപ്പിച്ചെടുത്തു, 20% വോട്ട് ഷെയർ കൊണ്ടുവന്നു. ആ എല്ലാ തരത്തിലും ഒരു വിജയിച്ച് നിൽക്കുന്ന, ഇലക്ഷനിൽ തോറ്റു എന്നുള്ളതിനേക്കാളുപരി വിജയിച്ച് നിൽക്കുന്ന ഒരു നേതാവാണ്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന കസേരയിൽ ഇരുന്നുകൊണ്ട് വിജയിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ മാറ്റേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. അഥവാ അങ്ങനെ വന്നാലും ഈ ശോഭാ സുരേന്ദ്രൻ ഇപ്പം മാധ്യമങ്ങൾ പറയുന്ന പോലെ നമ്മളും കൂടെ അതിനങ്ങ് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചർച്ച എടുത്താലും ശോഭാ സുരേന്ദ്രന് വന്നു കഴിഞ്ഞാൽ വല്ലാത്ത മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് അംഗീകരിക്കാൻ നമ്മുടെ ഈ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ നേതൃത്വത്തിന് കഴിഞ്ഞാൽ മതി.